തിമോത്തിയോസിന് എഴുതിയ പുസ്തകം അതിന്റെ 2-ാം അധ്യായം 5ഉം 6ഉം തിരുവചനം ഒന്ന് വായിച്ചാലോ? എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. യെസ്, അടുത്ത വചനം കൂടെ വായിച്ചോളൂ. അവൻ എല്ലാവർക്കും വേണ്ടി കണ്ടോ വചനം പഠിപ്പിക്കുന്നത്. അവൻ എല്ലാവർക്കും വേണ്ടി, യേശു എല്ലാവർക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ യേശു നിനക്ക് വേണ്ടിയാണ്. പറഞ്ഞു കൊടുത്തേ. ഇങ്ങനെയാണോ പറയണേ? അതിന് തോന്നണ്ടേ എനിക്ക് വേണ്ടിയാണെന്ന്. ആ വ്യക്തിയുടെ കൈ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് പറ, യേശു നിനക്ക് വേണ്ടിയാണ്. പറഞ്ഞു കൊടുത്തേ. യേശു നിനക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ കുരിശിൽ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇവിടെ ആരെങ്കിലും ഇരിക്കുന്ന ചിന്തിക്കുകയാണ്, ഇല്ല എനിക്ക് വേണ്ടിയല്ല, കാരണം ഞാൻ അതിനുമേലും പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനുമേലും തെറ്റായ തീരുമാനത്തിലൂടെ പോയിട്ടുണ്ട്, ഞാൻ അതിനുമേലും ജീവിതത്തിൽ പരിത്യക്തനാണ്. ആയിക്കോട്ടെ, നീ എത്ര വലിയ ചതിക്കുഴിക്കകത്താണ് കിടക്കുന്നതെങ്കിലും, എത്ര ഭീകരമായ തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിലും, എത്ര വലിയ പാപകരമായ അവസ്ഥയിലാണെങ്കിലും, വചനം നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പെന്താണെന്നറിയോ? നിനക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കീത്ത എന്ന് പറയുന്ന പെണ്ണ് കുരിശിലേക്ക് നോക്കിയപ്പോൾ ആ കുരിശ് അവളോട് സംസാരിച്ചു, മോളെ നിനക്ക് വേണ്ടിയാണ് ഞാൻ കുരിശിൽ മരിച്ചത്. ഹെബ്രായ ലേഖനം, ബൈബിൾ തുറന്നൊന്ന് വായിച്ചേ. ഹെബ്രായ ലേഖനം അതിന്റെ സുന്ദരമായ വചനം 4-ാം അധ്യായം 15ഉം 16ഉം തിരുവചനം ഒന്ന് വായിച്ചാലോ? നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. കണ്ടോ? അതായത് നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊപ്പം സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, അത് മനസ്സിലാക്കാൻ, ആ ബലഹീനതയിൽ നിന്നോടൊപ്പം ചേർന്നിരിക്കാൻ കഴിയാത്തൊരു പുരോഹിതനല്ല. എന്നിട്ടോ വായിച്ചടുത്ത വചനം. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഒരിക്കലും ഒരു പാപം ചെയ്തിട്ടില്ലെങ്കിലും നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ നിന്നോട് പറയുന്നു, നിന്നെപ്പോലെ തന്നെ ഒത്തിരി സഹിച്ച് നിനക്ക് വേണ്ടി കുരിശിൽ കിടക്കുന്നവനാണ് അവൻ. ഹെബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം 18-ാം തിരുവചനം ഒന്ന് വായിച്ചേ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം പഠിപ്പിക്കുകയാണ് ഹെബ്രായ ലേഖകൻ. ആരാണ് എൻ്റെ ജീവിതത്തിൽ ഈശോ? ഹെബ്രായ ലേഖനം 2:18, 2-ാം അധ്യായം 18-ാം വചനം വായിച്ചോ. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കും. കണ്ടോ? അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തത് കൊണ്ട് എന്താ മെച്ചം? എന്താ മെച്ചം? ഇപ്പൊ വായിച്ച വചനം. അവൻ പരീക്ഷിക്കപ്പെടുകയും സഹിക്കുകയും ചെയ്തത് കൊണ്ട് എന്താ മെച്ചം? പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമെന്ന്. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ, അപ്പച്ച ശ്രദ്ധിച്ചോ, അപ്പച്ചന്റെ കണ്ണുനീരെന്താണോ ആ കണ്ണുനീര് ആർക്കറിയാം? ഈശോക്കറിയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കടന്നു പോകുന്ന അവസ്ഥ എന്താണോ അത് ഈശോയ്ക്ക് നന്നായി മനസ്സിലാകും. കാരണം അവൻ നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 2-ാം തിരുവചനം ഒരു കാര്യം കൂടെ പഠിപ്പിക്കുന്നു, വായിച്ചേ. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുവാൻ അവന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. വലതുകര ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓരോ വ്യക്തിയും വിശ്വസിക്കണം, എൻ്റെ സ്വഭാവത്തിലെ കുറവുകൾ, എൻ്റെ ഉള്ളിലുള്ള മുറിവുകൾ ഒരുപക്ഷെ പുറത്തൊരു മനുഷ്യന് പോലും മനസ്സിലാകുന്നില്ല, എന്നാൽ കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് നന്നായി മനസ്സിലാകും.
ഈ കുരിശേൽ കിടക്കുന്നവൻ എന്നേക്കാളും ദാരിദ്ര്യത്തിൽ പിറന്നവനാണ്. അവൻ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. ഈ കുരിശേ കിടക്കുന്നവൻ അടക്കം ചെയ്യപ്പെട്ടത് വാടകയ്ക്കെടുക്കപ്പെട്ടൊരു കല്ലറയിലാണ്. സ്വന്തമായിട്ടൊരു സ്ഥലം പോലുമില്ല ഇവൻ അടക്കാനായിട്ട്. ഈ കുരിശേൽ കിടക്കുന്നവൻ ഭ്രാന്തനെന്ന് മുദ്ര കൊത്തപ്പെട്ടവനാണ്. എന്നേക്കാളും സഹിച്ച ഒരുവൻ, എന്നേക്കാളും വലിയ അടിമ, ഇവനാണ് എൻ്റെ ദൈവം. കാരണം ഈ ദൈവത്തിന് എന്നെ മനസ്സിലാക്കാൻ പറ്റും. സങ്കീർത്തനം 34 അറിയാവുന്നൊരു വചനമാണ്. സങ്കീർത്തനം 34 അതിന്റെ 5-ാം വചനം. അവനെ നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, യേശുവിനെ നോക്കിയവൻ പ്രകാശിതനായി. പറഞ്ഞു കൊടുത്തേ, യേശുവിനെ നോക്കിയവൻ പ്രകാശിതനായി. ആ, നീ നോക്കേണ്ടത് ആരെയാ? പറ, വാ തുറന്നു പറ. യേശുവിനെ നോക്കണം. നിന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നീ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. നാട്ടുകാരുടെ മുഖത്തേക്കും ചുറ്റുവട്ടത്തേക്കും നോക്കിക്കൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കുള്ളൂ. നീ നോക്കേണ്ടത് യേശുവിന്റെ മുഖത്തേക്കാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കഴിഞ്ഞ ദിവസം 1-2 ആഴ്ചയായിട്ടുണ്ട്, ഒരു കുടുംബം അപ്പനും അമ്മയും മകനും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു. മകൻ എഞ്ചിനീയറിംഗ് പഠനം 1-ാം വർഷം പകുതിക്ക് വെച്ച് നിർത്തി വീട്ടിൽ ഇരിക്കുന്നു. അവനെ പിടിച്ച് വലിച്ചോണ്ടാണ് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അപ്പനും അമ്മയും കൂടെ. അവനിതൊന്നും താല്പര്യമില്ല. അവനെയും കൊണ്ട് മുമ്പിൽ നിർത്തിക്കൊണ്ട് എന്റെ മുമ്പിൽ നിന്നോണ്ട് ഈ അപ്പനും അമ്മയും കൂടെ പറയുന്നു, അച്ഛാ ഇവനൊക്കെ എന്നാ ചെയ്യേണ്ടത്? അച്ഛാ ഇവനൊക്കെ എന്നാ ചെയ്യേണ്ടത്? പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പം പറയാ, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് അച്ഛ അഡ്മിഷൻ മേടിച്ചത്. ഈ ചെറുക്കന് ഇതിന്റെ വല്ല വിലയേറിയോ? ഇവനെന്താ ഇങ്ങനെ തുടങ്ങുന്നേ? അച്ഛൻ ഇവനെയൊക്കെ എന്നാ ചെയ്യേണ്ടത്? എന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ ചെറുക്കനെ ഉണ്ടല്ലോ, ഈ കോടതി കയറ്റി നിർത്തിക്കൊണ്ട് വക്കീലന്മാർ ചോദിക്കുന്ന പോലെ പറയുന്ന പോലെ ഇവനെ അങ്ങോട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നോണ്ട് ശരിക്കും അങ്ങോട്ട് ആക്രോശിക്കുന്നു അപ്പനും അമ്മയും കൂടെ. ഇവന്റെ നിപ്പ് ഞാൻ നോക്കി, ഇവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇങ്ങനെ ഞെരിഞ്ഞോണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി ഇതടി പൊട്ടും, ഇതടി പൊട്ടും. ആക്രോശം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നേ, നിങ്ങൾ ആ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ അവനെ വിളിച്ച് മാറ്റിയിരുത്തി കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് സാവധാനം ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ചോദിച്ചു, ഇത് എന്തുവാടെ, എന്നാ പറ്റിയ? അവൻ പറഞ്ഞു, അച്ഛാ എഞ്ചിനീയറിങ് പഠനം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പലതവണ പറഞ്ഞു വീട്ടിൽ, എന്നെ കൊണ്ട് ആക്കല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ അപ്പന് അഭിമാനം, ദുരഭിമാനാണ് അച്ഛൻ, ദുരഭിമാനം. അപ്പൻ്റെ സഹോദരങ്ങളിൽ സഹോദരൻ്റെ മക്കൾ ചിലർ എഞ്ചിനീയറാണ്, അതുകൊണ്ട് എൻ്റെ മകനെ എഞ്ചിനീയർ ആക്കണം. അച്ഛൻ എനിക്ക് എഞ്ചിനീയർ ആകാനുള്ള കഴിവില്ല, എനിക്ക് വേറെ പലതും ഇഷ്ടമാണ്, പക്ഷെ സമ്മതിക്കണ്ടേ? എന്നെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടാക്കി. അച്ഛാ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിർത്തിപ്പോന്നത്. അച്ഛാ എൻ്റെ ഈ അപ്പനും അമ്മയും എന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുത്തിയിട്ട് എന്നോട്, എടാ നിനക്കിഷ്ടമുള്ളത് ഏത് വിഷയമാടാ, എടാ നിനക്കാരാവാനാടാ ആഗ്രഹം, ഒരു വാക്ക് ചോദിക്കണ്ട അച്ഛാ. ഇന്നോളം ചോദിച്ചിട്ടില്ലെന്ന്. ഇവർ 24 മണിക്കൂർ എന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആക്രോശം, വഴക്ക് മാത്രം. അച്ഛാ ഞാൻ മടുത്തു. ഇനിയിപ്പൊ അച്ഛന്റെ മുമ്പിൽ വെച്ച് അപ്പം പറഞ്ഞു കേട്ടില്ലേ, എടാ വായിൽ എന്നാടാ പഴാണോ, മിണ്ട്. ഞാൻ മിണ്ടിയാലോ അപ്പം പറയും, നീ തർക്കുത്തരം പറയുന്നു. മിണ്ടണോ മിണ്ടണ്ടേ? മിണ്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം? വൈ പഴമാണോ? മിണ്ടിയാൽ തർക്കുത്തരം പറയുന്നു. അച്ഛാ മിണ്ടണോ മിണ്ടണ്ടേ? ഞാൻ നീ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഞെരിവിരി കൊള്ളു അച്ഛൻ, ഞെരിവിരി. ഞാനിതൊക്കെ പറയുമ്പോഴത്തേക്ക് ദൂരങ്ങളിലൊന്നും അല്ല, ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും നിന്റെ വീട്ടിലെ കാര്യം, ഈ അഭിഷേക നിറവിന്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ചേച്ചി എൻ്റെ അടുക്ക ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് പറഞ്ഞത്, അച്ഛൻ അറിഞ്ഞായിരുന്നു നേപ്പാളിൽ കലാപം നടക്കുന്നു. ഞാൻ പറഞ്ഞു, അറിഞ്ഞു ചേച്ചി, ഭയങ്കര വിഷമം. അച്ഛാ നേപ്പാളിലെ കലാപം ഒന്നും കലാപം അല്ല. അച്ഛന് കലാപം കാണണമെങ്കിൽ എൻ്റെ വീട്ടിൽ വാ. നിങ്ങൾ അറിഞ്ഞായിരുന്നു നേപ്പാളിൽ കലാപം? ഇല്ലേ? ഇങ്ങനെ ഇരുന്നു. അറിഞ്ഞോ?
അറിഞ്ഞവർ ഒന്ന് കൈവക്കാവോ നേപ്പാളിൽ? ദൈവം, കുറെ പേരുണ്ട്. ചോദിച്ചോട്ടെ, ആരാ നേപ്പാളിൽ കലാപം ഉണ്ടാക്കിയത്? അറിയാവുന്ന എന്ത് പൊട്ടത്തരവും പറയാം. പറഞ്ഞോ, ആരാണാവോ നേപ്പാളിൽ കലാപം ഉണ്ടാക്കിയത്? പട്ടാളക്കാരോ? അല്ലല്ല. അവർക്കൊരു പേരുണ്ട്. ഒരാളൊന്നും അല്ല, അവർക്കൊരു പേരുണ്ട്. വല്ല പിടിപാടുണ്ടോ? ജാൻസിയോ? ജാൻസി അല്ല, ജെൻസി. ആരാണ് പറഞ്ഞേ? ജെൻസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജനറേഷൻ ഇസഡ് എന്ന് പറയും. ജനറേഷൻ ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കൊറോണ കാലത്തൊക്കെ സൂം മീറ്റിംഗ്, പല സ്ഥലത്തെയും പ്രാർത്ഥനകളൊക്കെ സൂമിലൂടെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ വേർഡാണ് ജനറേഷൻ ഇസഡ്. അതിനെ ഷോർട്ട് ഫോം ആണ് ജെൻസി എന്ന് പറയും. എന്താണ് ജെൻസി? 1997 2012 ഇടയ്ക്ക് ജനിച്ചവരെ വിളിക്കുന്ന പേരാണ് ജെൻസികൾ. 1997 2012 ഇടയ്ക്ക് ജനിച്ചവർ ഒന്ന് കൈപൊക്കാവോ? ജെൻസികൾ ആരുമേ ഇല്ല. ഒരു ജെൻസിനെങ്കിലും 1997 2012 ഇടയ്ക്ക് ജനിച്ചവർ. ചിലരാലോചിക്കൂ, എന്നാ ജനിച്ച ദൈവമേ? 1997 2012 ഇടയ്ക്ക് ജനിച്ചവർ കൈപൊക്കൂ. കുറച്ചു പേരുണ്ട്. ഇവരാണ് എന്തുണ്ടാക്കിയത്? കലാപം ഉണ്ടാക്കിയവരായിരിക്കുന്നത്. അവിടെ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ, ജെൻസികൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്കൊക്കെയുള്ള പ്രായമുള്ളവർ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന വേറെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് പേരൊന്നുമില്ലേ? ഉണ്ടെന്ന്, എല്ലാവർക്കും പേരുണ്ട്. 2012 ശേഷം ജനിച്ചവരെ വിളിക്കുന്നത് ജനറേഷൻ ആൽഫ എന്നാണ്. ജനറേഷൻ ആൽഫ. ഈ 2025 മുതൽ ജനിച്ചവരെ വിളിക്കുന്ന പേര് ജനറേഷൻ ബീറ്റ എന്നാണ്. അതിന് മുമ്പ് 1997 മുമ്പ് ജനിച്ചവരെ വിളിക്കുന്നത് മില്ലേനിയൽസ് എന്നാണ്. അതിനും തൊട്ട് മുമ്പുള്ളവരെ വിളിക്കുന്ന പേര് ജനറേഷൻ വൈ എന്നാണ്. ഇങ്ങനെ കുറെ പേരുകളുണ്ട്. വിഷമിക്കണ്ട. ഒരു കാര്യം അറിയാനാണ് ഒരു കാര്യം പഠിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്ത് എന്ത് സംഭവിച്ചെന്നറിയോ? അവിടുത്തെ അധികാരികൾ ധൂർത്തർ, അഴിമതിക്കാർ, ജെൻസികൾ എന്ന് പറഞ്ഞ ന്യൂ ജനറേഷനിൽപ്പെട്ടവർ, ഈ അഴിമതിക്കെതിരെ, ധൂർത്തിനെതിരെ അവര് സോഷ്യൽ മീഡിയയിൽ എഴുതാൻ തുടങ്ങി, ചിത്രങ്ങൾ ഇടാൻ തുടങ്ങി, ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും എല്ലായിടത്തും അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അധികാരികൾ അസ്വസ്ഥരായി. അവരവസാനം എന്ത് ചെയ്തു? അധികാരികൾ ഒരു തീരുമാനമെടുത്തു, നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയ നിരോധിക്കുന്നു. അങ്ങനെ അവർ വാട്സപ്പും ഫേസ്ബുക്കും ഇതെല്ലാം കൂടെ നിരോധിച്ച രാത്രിയിൽ 10,000-കണക്കിന് ജെൻസികൾ റോട്ടിലോട്ടിറങ്ങി. ആ റോട്ടിലോട്ടിറങ്ങിയിട്ടുള്ള പ്രതിഷേധ യോഗത്തിന് നേരെ ലോക്കൽ പോലീസ് വെടിവെച്ചു. അതിനെതിരെ ഇവര് പ്രതിഷേധം കൂടി. രാത്രിക്ക് രാത്രി 1000-കണക്കിന് നേപ്പാളിലെ എല്ലാ ജെൻസികളും യുവതലമുറ റോട്ടിലോട്ടിറങ്ങി. പിറ്റേ ദിവസം അവർ പാർലമെന്റ് മന്ദിരം കത്തിച്ചു. അധികാരികളെ ആ രാജ്യത്ത് നിന്നും തുരത്തി ഓടിച്ചു. പിറ്റേ ദിവസമാണ് പട്ടാളം പ്രവേശിക്കുന്നത്. പിന്നീട് അധികാരം മാറിയിരിക്കുന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, നിന്റെ വീട്ടിലും നിന്റെ പരിചയത്തിലും ചില ജെൻസികൾ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഓർത്തോണം. ബോംബ് പോലെ പൊട്ടാനിരിപ്പുണ്ട് ചില വീടുകളില്. പ്രഷർ കുക്കർ പോലെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കണ്ടവനുണ്ടല്ലോ, നമ്മുടെ എഞ്ചിനീയറിംഗ് പഠനം 1-ാം വർഷം നിർത്തിയവനെന്ന് പറഞ്ഞവൻ, അവനിങ്ങനെ കൈ ഞെരിക്കുമ്പോൾ ഞാൻ കണ്ടു അവൻ്റെ ഉള്ളിൽ അത്രമേലൊരു പ്രതിഷേധമുണ്ട്. അവൻ പൊട്ടിത്തെറിക്കും. അവൻ മുറിവേറ്റവനാണ്, അവൻ അസ്വസ്ഥനാണ്. ഈ മുറിവുകളെ സുഖപ്പെടണം, അല്ലാതെ ഈ മുറിവ് ഏൽപ്പിച്ചോണ്ടിരിക്കാനല്ല. ഇപ്രകാരമുള്ള അഭിഷേക നിറവിന്റെ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത് എൻ്റെ ഉള്ളിലും നിന്റെ വീട്ടിലും. ഇപ്രകാരം മുറിവേറ്റവർക്കൊരു സൗഖ്യപ്പെടൽ ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സൗഖ്യം എങ്ങനെ ലഭിക്കും? യൂട്യൂബിൽ നിന്ന് കിട്ടത്തില്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടത്തില്ല, 24 മണിക്കൂറും ടെലിവിഷനിലെ വാർത്ത കേട്ടോണ്ടിരുന്ന കിട്ടത്തില്ല. മറിച്ച് നിനക്ക് ലഭിക്കുന്നത് കുരിശിൽ കിടക്കുന്ന യേശുവിലൂടെയാണ്. സ്വരത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വചനം നന്നായിട്ടൊന്ന് പഠിച്ചു വായിച്ചാലോ? എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വചനം.
അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ പലരുടെയും അവസ്ഥ, വീട്ടിലെ അവസ്ഥ. ഞങ്ങൾ നശിച്ചിരിക്കുന്നു, ഞങ്ങളിനി എങ്ങനെ രക്ഷപ്പെടും? എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാനിനി എന്ത് ചെയ്യും? അടുത്ത വചനം വായിച്ചേ. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ ദിവസം നൽകുന്ന വാഗ്ദാന വചനമായിട്ട് ഇതിനെ സ്വീകരിച്ചോണേ. ബുക്ക് ഓഫ് എസക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം 12-ാം തിരുവചനം. എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന, നിന്റെ ജീവിതത്തിൽ മുറിവുകൾ കൊണ്ട് നിന്നെ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്ന ഏതവസ്ഥയുമായിക്കൊള്ളട്ടെ, ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. നിന്റെ സ്വഭാവം മാറുമെന്ന്, നിന്റെ വീട്ടിലെ അന്തരീക്ഷം മാറുമെന്ന്. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായി നീ നെഞ്ചിലേറ്റണം. യെസ്, ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 2 വർഷം മുമ്പ് ഡൽഹിയിലെ ധ്യാന മന്ദിരത്തിൽ, ഞാൻ 8 വർഷം ഡൽഹിയിലായിരുന്നു, ഡൽഹിയിലെ ധ്യാന മന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ഭാര്യ എൻ്റെ മുമ്പിൽ കരഞ്ഞോണ്ട് പറഞ്ഞ, അച്ഛാ, മലയാളിയായ ഭാര്യ പറയാ, നേഴ്സാണ്, അച്ഛാ, ഭർത്താവ് മദ്യപാനിയാണ്, ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല, ഫുൾ ടൈം കുടിയും വലിയും മാത്രം, ധ്യാനത്തിനൊന്നും വരത്തില്ല അച്ഛാ, ധ്യാനത്തിനൊന്നും വരത്തില്ല. 2 വർഷം. ഈ സ്ത്രീ കണ്ണുനീരോടുകൂടി ഞാൻ പറഞ്ഞു, ചേച്ചി ഇവിടെ ഇരുന്നു കൊണ്ട് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. ധ്യാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുമ്പസാരം കഴിഞ്ഞ ദിവസം ആ സ്ത്രീ കണ്ണുനീരോട് യേശുവിന്റെ മുമ്പിലിരുന്ന്, എൻ്റെ ഈശോയെ, എൻ്റെ ഭർത്താവിന്റെ മേൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഭർത്താവ് ഒരു ബാറിൽ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഭാര്യ എവിടെ? ഭാര്യ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് ഈശോയെ എന്ന് വിളിക്കുന്നു. നിങ്ങളെപ്പോലെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കുന്നത് പോലെ ആ സ്ത്രീ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് ബാറിൽ ഇരുന്ന് മദ്യപിക്കുന്നു കൂട്ടുകാരുടെ കൂടെ. പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭർത്താവിന് ഈ അങ്ങ് ദൂരെ ഇരുന്ന് ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് ഈശോയെ എന്ന് വിളിക്കുന്ന ആ സ്ത്രീയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് വിശ്വസിച്ചുകൊള്ളൂ. ഭർത്താവിന് ഈ മദ്യം നിറച്ചു വെച്ച ഗ്ലാസിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഇയാളുടെ കൈ കടന്ന് വിറയ്ക്കുന്നു. ഇത്രയും നേരം ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ? ഇയാളുടെ കൈ കടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇയാൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. ബാറിൽ നിന്ന് ഇയാൾക്ക് ഇറങ്ങേണ്ടി വന്നു. വീട്ടിൽ വന്നു, അസ്വസ്ഥനായി. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെ ധ്യാന മന്ദിരത്തിൽ ഈ മനുഷ്യനെത്തി. ഇന്നലെ മുതൽ എൻ്റെ കൈ കടന്ന് വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യ എനിക്കെതിരെ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അവളെ ഒന്ന് കാണണം, അല്ലെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? അവളാണ്, അവളെ ഒന്ന് കാണണം. ധ്യാനമന്ദിരത്തിലിരുത്തി വചനം കേട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. നല്ലൊരു കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസം 5 പാക്കറ്റ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. 5 പാക്കറ്റ് സിഗരറ്റ് മദ്യപിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ആ ശുശ്രൂഷയോടുകൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മദ്യത്തോടും ഇപ്രകാരമുള്ള സകല ദുശീലങ്ങളിലും വിട്ടുപോയെന്ന് മാത്രമല്ല, ഞാനിത് പറയാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അച്ഛാ, ഞാനിപ്പോൾ ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് എത്തിയിരിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ജോലി കിട്ടി. അച്ഛാ, സന്തോഷകരമായ കാര്യം, ഞാൻ ഇവിടെ ഒരു പ്രയർ ഗ്രൂപ്പിന്റെ ലീഡറാണ്. ഹല്ലേലൂയാ. ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇയാൾ വചനം പറയാൻ പോകുന്ന. അച്ഛൻ എന്നെ ഒന്ന് ആശീർവദിച്ചേ. കാരണം 2 വർഷം മുമ്പ് ഞാൻ അവിടെ വന്നാണ് അഭിഷേകം സ്വീകരിച്ചത്. ഇവിടെ ഇരുന്നു കൊണ്ട് നീ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നിന്റെ മകനോ മകളോ ജീവിത പങ്കാളിയോ സഹോദരനോ സഹോദരി ആരും ആവട്ടെ, വിദേശങ്ങളിലായിരിക്കും, എവിടെയാണെങ്കിലും അവരായിരിക്കുന്നിടത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്.
നിന്റെ ജീവിതത്തിൽ നീ കിടക്കുന്ന കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വചനം നിന്നെ പഠിപ്പിക്കുകയാണ്. ആ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം 12-ാം തിരുവചനം. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. ഹല്ലേലൂയാ. തൊട്ടടുത്ത വചനം, എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇത് സംഭവിക്കുമ്പോൾ നീ അറിയും, യെസ്, ഇറ്റ് ഈസ് മൈ ജീസസ്. ഇതെന്റെ ജീവിതത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്തിനാ? ഇതെന്നെ വിശുദ്ധീകരിക്കാനാ. നിനക്കിന്ന് ചില മുറിവുകളിലൂടെ കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇതെന്തിനാ? നിനക്കുണ്ടാവുന്ന മുറിവുകളും സങ്കടങ്ങളും നിന്നിലൂടെ കർത്താവ് ചില വിശുദ്ധീകരണം നിന്റെ കുടുംബത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരെ, ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നത്തിൽ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ഭർത്താവായിരിക്കും നിനക്കുള്ളത്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഭാരമേറിയിട്ടുള്ള ഒരു അനുഭവം നിനക്കുണ്ടാവും. പക്ഷെ നീ ഓർക്കണം, എന്തിന് നിനക്ക് ഈ ഭർത്താവിനെ തന്നു? നിന്നിലൂടെ നിന്റെ വീട്ടിൽ, നിന്നിലൂടെ നിന്റെ ഭർത്താവിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. ആമേൻ. പറ ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിച്ചോണം, ഞാൻ എന്തിനാ ഇങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്? എന്നിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടാനുണ്ടെന്ന്. ആമേൻ, ആമേൻ. നിന്റെ ചെറുപ്പത്തിൽ നിനക്ക് സ്നേഹം കിട്ടിയിട്ടില്ലായിരിക്കും. നിനക്ക് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നീ പല അവഗണനയോടെ കടന്നു പോകുന്നുണ്ട്. എന്തിനാ നിനക്ക് ഇങ്ങനെയുള്ള ഈ വിഷമങ്ങൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ നീ വിശ്വസിക്കണം, എന്നിലൂടെ ചില കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം 14-ാം തിരുവചനം ഒന്ന് വായിച്ചേ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും, കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം എസെക്കിയേലിന്റെ പ്രവചനത്തിൽ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് കാറ്റടിച്ച് നിന്റെ ജീവിതത്തിലേക്ക് ഒരു ജീവശ്വാസമായിട്ട്, ഒരു പുത്തൻ അഭിഷേകമായിട്ട് നിന്നെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബൈബിൾ തുറന്നൊരു സുന്ദരമായ വചനം കൂടെ പഠിച്ചേ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19, 20, 21 വചനങ്ങളൊന്ന് വായിച്ചേ. എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. കണ്ടോ വചനം പറയാണ്, എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. നിന്റെ ഉള്ളിൽ നീ അനുഭവിച്ച ഓരോ അനുഭവങ്ങളും അത്രമേൽ കൈപ്പേറിയ അനുഭവമാണ്. അടുത്ത വചനം, അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. അതെന്താണെന്ന് വായിക്കൂ. അടുത്ത വചനം 22. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അനുഭവിച്ച മുറിവുകളെ കുറിച്ച് ഓർക്കുന്തോറും വിഷമം, ഓർക്കുന്തോറും സങ്കടം കൂടിക്കൊണ്ടിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ചിലരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓർത്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18, 19 തിരുവചനം. ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന ഒരു വചനമാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇങ്ങോട്ട് നോക്കിക്കേ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട. വചനം പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ഇന്നലകളുടെ കല്ലറകൾ തുറന്ന് നിന്നെ കർത്താവ് പുറത്തോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ നീ ചെയ്യേണ്ട കാര്യം, അത് കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിൻ്റെ അകത്ത് തടവറയിൽ കിടക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയും പിന്നെയും നിന്റെ ജീവിതത്തിന് മനസമാധാനം വേണമെങ്കിൽ എടുക്കേണ്ട ഒരു നിലപാടാണ് വചനം പഠിപ്പിക്കുന്നത്. പെട്ടെന്നൊരു വചനം എടുത്ത് വായിച്ചേ, സുന്ദരമായൊരു വചനം. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26, 27. പഠിച്ചോളൂ, പെട്ടെന്ന് പഠിച്ചേ.
ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും. നമുക്ക് പരിചയമുള്ള ഒരു വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 26, 27. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അടുത്ത വചനം കൂടെ വായിച്ചോ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. ലോകം നൽകുന്നത് പോലെയല്ല. ഈ മണിക്കൂറിൽ നമ്മൾ കേട്ട കാര്യം തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, സാധാരണ ലോകത്തിലുള്ള മനുഷ്യന്റെ മുറിവുകൾ അവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നീയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണക്കാരല്ല, മറിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ശിഷ്യകളാണെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് ലോകം നൽകാത്തൊരു സമാധാനം. അത് നമ്മുടെ ഉള്ളിൽ യേശുവിൻ്റെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആമേൻ, 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 ആമേൻ.